42 കോടി രൂപ അങ്ങോട്ട് കൊടുത്താൽ സാധനം തരാമെന്നാണ് പറഞ്ഞത്. അത് കൊടുക്കാനുള്ള ശേഷി നമുക്കില്ല. പിന്നെ അത്തരത്തിൽ പ്രപ്പോസ് ചെയ്ത സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫയൽ കണ്ടു. അതിനകത്തുള്ള കാര്യം ചേർത്തല, കായംകുളമാണ്. അവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ട്. അവിടെ നമ്മൾ ഈ ഇലക്ട്രിക് ബസ് ഇറക്കിയിട്ട് അത്രയും പൈസ കളയേണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 3 വണ്ടി വാങ്ങിക്കാം. ഇലക്ട്രിക് ബസ് 6000 രൂപ, 2000 രൂപ ആയിരുന്നു ആവറേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 6000 രൂപയ്ക്ക് മേളിലേക്ക് അല്ലേ, 6000 രൂപയ്ക്ക് മേളിലേക്ക് കയറിയുണ്ട് ആവറേജ് കളക്ഷൻ. അതൊന്ന് റീഷെഡ്യൂൾ ചെയ്തു. അത് റീഷെഡ്യൂൾ ചെയ്യുകയും സിറ്റിക്ക് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരാനുള്ള സൗകര്യം കൂടി ചെയ്തതോടുകൂടി അത് ഇപ്പം 6000 രൂപ 6500 രൂപ ആവറേജ് നമുക്കൊരു വരുന്നുണ്ട്. അല്ല, പദ്ധതിക്കെതിരാവുന്ന എങ്ങനെയാണ്? കാരണം ആ യാത്രക്കാർക്കല്ലേ ഉള്ളത്. ഇപ്പം നഗരത്തിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ആരും വന്നുകൂടാന്ന് പറയാൻ, ഇന്ന ആൾ മാത്രമേ കയറാവൂ എന്ന് പറയാൻ പറ്റൂ. അത് പദ്ധതി വിജയിക്കണ്ടേ? നമ്മൾ സർക്കാരിന്റെ പൊതുമുതൽ കളയാനല്ലല്ലോ ഈ പദ്ധതി. ഈ പദ്ധതി കൊണ്ട് നിർബന്ധമായിട്ട് ഇതിനകത്തിട്ട് ഓടിക്കണം, പറയുന്ന സ്ഥലത്ത് ഓടിക്കണം, അങ്ങനെയല്ല. ഇത് ഓടിക്കുന്നതിൽ KSRTCയുടെ ജീവനക്കാർക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അത് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് അവർ തെളിയിച്ചത് കഴിഞ്ഞ 17 ദിവസമായി KSRTCയുടെ ബഹുഭൂരിപക്ഷം ഡിപ്പോകളും ലോസ് ഇല്ലാതെ പോവുകയാണ്. ഇന്നലത്തെ കണക്കനുസരിച്ച് 11 ഡിപ്പോകൾ മാത്രമേ പുറകിലുള്ളൂ. ആളുകളെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പണം പോകും. ഇതിനകത്ത് താരിഫിലൊക്കെ ചില വ്യത്യാസം, ചില കുഴപ്പങ്ങളുണ്ട്. കാരണം വെയിറ്റ് കൂടിയ കുറഞ്ഞ സാധനത്തിന് കൂടുതൽ വിലയും 10-200 കിലോയ്ക്ക് പോകുമ്പോഴത്തേക്കും താഴോട്ട് വരികയും ചെയ്യുന്ന ഒരു അശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. അത് മാറ്റും. മാത്രമല്ല, ഇത് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ നീക്കം. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് അതിനുവേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വീടുകളിൽ എത്തിച്ചു. നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർ ആളെ വെച്ച്, ബൈക്കിൽ ആളെ വെച്ചിട്ട് ഈ ഡെലിവറി ചെയ്യുന്ന രീതി അനുസരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കാൻ, ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യാം, അവിടുന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതൊരു ആപ്പ് വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ആപ്പ് അവർ പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് കുറിയറിൻ്റെ ആളിനെ കിട്ടും. അദ്ദേഹം അപ്പം തന്നെ വീട്ടിൽ വന്ന് ഈ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകാനും. റെയിൽവേ ബസ് സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കുന്ന വളരെ മെനക്കെട്ടൊരു പണിയാണ്. ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്, താങ്കളെ പോലെ തന്നെ. പക്ഷേ അതൊരു മെനക്കെട്ട പണി. അവിടെ ചെന്ന് കാവലി ഒരുപാട് സ്ഥലം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പിന്നെ മറ്റ് കൊറിയർ കമ്പനികളുടെ സാധനങ്ങൾ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കാം. അപ്പോൾ ഞങ്ങൾ 2 ബസ്സുകൾ, പഴയ ബസ്സുകളെ ഗുഡ്സ് കാരിയറാക്കി മാറ്റി കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. അതുപോലെയുള്ള ബസ്സുകൾ കൂടുതൽ എടുത്തിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ മൊത്തത്തിൽ ഇപ്പോൾ കണ്ണൂർ വരെ മറ്റു കൊറിയറുകാർക്കും നമ്മളെ ആശ്രയിച്ച് കൊണ്ടുപോകത്തക്ക ഇതിലൊരു അങ്ങനെ കാര്യം ആലോചിക്കുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് വന്നിരിക്കുന്നത് ഒരു ആപ്പിലൂടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും വീടിൽ നിന്ന് തന്നെ എടുക്കാനും സാധനം, അങ്ങനെ ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട്. CMD അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഉടനെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. നമ്മൾ പ്ലാൻ ഫണ്ട് കുറയ്ക്കരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് ഉള്ളതെങ്കിൽ തന്നാൽ തന്നെ ബസ് കുറേ വാങ്ങിക്കാം. ഇപ്പോൾ ബസ് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള നിലയിലാണ് KSRTC. ഓഫ് റോഡ് ഏറ്റവും കുറഞ്ഞ കാലഘട്ടമാണ്. അതായത് 500-ൽ താഴേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് 500-ൽ താഴെ കൊണ്ടുവരും. ഇപ്പോൾ 500-ൽ താഴെ ദിവസവും വർക്ക്ഷോപ്പിലായി കിടക്കുന്ന, ഓഫ് റോഡായി കിടക്കുന്ന വണ്ടികളുടെ എണ്ണം 500-ൽ താഴെ വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 420 വരെയൊക്കെ പോയി. 420, 426 വരെ താന്നു വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ഇത്രയും വണ്ടി ഷെഡിൽ കിടക്കാത്ത കാലം ഉണ്ടായിട്ടില്ല. അത്രയും വണ്ടി പുറത്തു കൊണ്ടുവരും. അതായത് CMDയുടെ ഒരു എല്ലാ ദിവസവും ഒരു പരിശോധനയും അതിൻ്റെ പുറകെ ഒരു ഫോളോ അപ്പുമാണ് അതിനെ. KSRTC ഒരു വിജയം കൈവരിച്ചതിൽ CMDക്കും അതുപോലെ ജീവനക്കാർക്കും ഞാൻ നന്ദി പറയണം. അവർ ജീവനക്കാർ തന്നെയാണ്. ഈ പ്രൈവറ്റ് ബസ്സുമായി മത്സരിക്കുന്ന ഒരു സയൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഒരു ബസ് തുടങ്ങാൻ പറഞ്ഞാൽ എന്താ, ഒരു കൊള്ളാവുന്ന പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം എടുക്കാമെന്ന് പറയും. അതിന് പകരം അവരോട് തന്നെ, അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും തന്നെ ഫീസിബിൾ ആയിട്ടുള്ള റൂട്ട് എടുത്താൽ ഏത് വേണം അനുവദിക്കാമെന്ന് പറഞ്ഞു. അവരെടുത്തു, അതിന് ഇമ്മീഡിയറ്റ് അംഗീകാരം കൊടുത്തു. അത് വിജയിച്ചു. അവർ തന്നെയാണ് ചെയ്തത്. KSRTCയുടെ ജീവനക്കാരെ, അല്ലാതെ പ്രൊഫഷണൽസ് നമ്മൾ വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഒന്നും ചെയ്തില്ല. അവർ തന്നെയാണ് ചെയ്തത്. ഈ ഒരു ബ്രേക്ക് ഈവൻ ആക്കുക എന്നുള്ളൊരു ആദ്യത്തെ ദിവസങ്ങളിൽ 41 ഡിപ്പോകൾ പുറകിലായിരുന്നു. പിന്നെ 26ആയി. ഇപ്പം ഇന്നലത്തെ കണക്കനുസരിച്ച് 11-12 പുറകിലുള്ളത്. ഈ അതും ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഒരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ആവറേജ് വരുമാനം ഒരു ദിവസം 7.5 കോടി 8 കോടി വരുന്നുള്ളൂ. അത് 9 കോടിയിലേക്ക് എത്തിച്ചാൽ KSRTCക്ക് ഒന്ന് ശ്വാസം വിടാം. 13 അത് ലാഭമുണ്ട്. ഈ പറഞ്ഞതിൽ തന്നെ പല ഡിപ്പോകളും 11% വരെ പ്രോഫിറ്റ് നേടിയ ഡിപ്പോകളുണ്ട്. 11%, 12%, 16% ചില ഡിപ്പോകൾ നേടിയിട്ടുണ്ട്. പക്ഷേ മറ്റു ഡിപ്പോകൾ നഷ്ടമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, കുട്ടികൾക്ക് ആവശ്യമുള്ള വണ്ടികൾ നിർത്തിയിട്ടില്ല. പിന്നെ ട്രൈബൽ മേഖലകളും മലയോര പ്രദേശങ്ങളിലുള്ള ഒരു വണ്ടിയും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് ഓടിച്ചുകൊണ്ട് തന്നെയാണ്, സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഓടുന്ന വണ്ടികൾ ഓടിച്ചുകൊണ്ട് തന്നെ. ഒരു വിവാദമില്ലല്ലോ, വണ്ടി നിർത്തിയെന്നോ ഒരു പരാതിയും പരിഭവമില്ല. കാരണം വണ്ടി നിർത്താതെ, പരമാവധി വണ്ടി നിർത്താതെ ഡെഡ് മൈലേജ് കുറച്ചിട്ടുണ്ട്. 4 ലക്ഷം കിലോമീറ്ററാണ് ഡെഡ് മൈലേജ് കുറച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഉത്രാടത്തിൻ്റെ തലേദിവസം KSRTCയിലെ കുറഞ്ഞ കിലോമീറ്ററിൻ്റെ അളവ് 4 ലക്ഷം.
യാത്രക്കാരിൽ വർദ്ധിച്ചവരുടെ എണ്ണം 4.5 ലക്ഷം. ഇനി ഇത് പൊതുവായിട്ടുള്ള അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ഇത് ഒരു ദിവസം റണ്ണിങ് പ്രോഫിറ്റിലേക്ക് വന്നു. ഇത് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കോടാനുകോടി രൂപയുടെ കടമുണ്ട്. ആ കടം കവർ ചെയ്തിട്ട് ഇത് പ്രോഫിറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും റണ്ണിങ് പ്രോഫിറ്റ് ആക്കും. റണ്ണിങ് പ്രോഫിറ്റ് ആക്കണമെങ്കിൽ 9 crores വരാം, 9 കോടിയിലേക്ക് വന്നാൽ റണ്ണിങ് പ്രോഫിറ്റിലേക്ക് കയറും. അതിനാണ് ഇപ്പം ജീവനക്കാർക്ക് കൊടുത്ത ടാർഗറ്റ്. അവരത് അച്ചീവ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഇത്രയും അച്ചീവ് ചെയ്തില്ലേ, ചെറിയ കാര്യമല്ല അവർ നേടിയിരിക്കുന്നത്. വണ്ടികൾ ഇഷ്ടം പോലെയുണ്ട്. വണ്ടികൾ സ്പെയർ വണ്ടി, നമ്മൾ ഗാരേജിൽ വണ്ടിയില്ല, ഓടിക്കാതെ വണ്ടി ഇട്ടേക്കുന്ന വണ്ടികൾ ഒരുപാടുണ്ട്. സ്പെയർ വണ്ടിയുണ്ട്, അതും എപ്പോഴും ഓടാൻ റെഡിയാണ്, അത് റെഡിയാക്കിയിട്ടിരിക്കുക. അല്ല, അത് അവിടെ ഈ ആ ഒരു ഷാജിയൻ കരുൺ KSFTC ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ തിയേറ്റർ നടക്കുന്നുണ്ട്. ആ തിയേറ്ററിന് ഒരു വണ്ടി ഇടാൻ സൗകര്യക്കുന്നില്ല. അവിടെ കയറി പോകുന്ന വഴിക്കെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുക. പേ ആൻഡ് പാർക്ക് എന്നാണ് പറയുന്നത്, പക്ഷേ വഴിയിൽ പാർക്ക് ചെയ്താൽ പേ ചെയ്യണ്ടല്ലോ. നമുക്കറിയാം, കയറി പോകുന്ന റാമ്പിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇറങ്ങി വരുമ്പോഴും വണ്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ വണ്ടികളൊക്കെ അവിടെ ആരോ പൊട്ടിച്ചുകൊണ്ടുവന്നൊരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് മാസങ്ങളും വർഷങ്ങളുമായി. അതിൻ്റെ ടയറെല്ലാം പൊട്ടി അവിടെ കിടപ്പുണ്ട്, ആർക്കും വേണ്ട. പോലീസ് അന്വേഷിക്കുമ്പോൾ ഇത് ഒറിജിനൽ നമ്പറല്ല, വ്യാജ നമ്പരും ഒക്കെയാണ്. പക്ഷെ അത് എടുത്തുകൊണ്ട് പോകാതെ അവിടെ ഇട്ടിരിക്കാൻ. അപ്പോൾ അതുകൊണ്ടൊന്ന് പരിശോധിക്കാൻ പോയതാണ്. അത് പിന്നെ അവർക്കൊരു കുറച്ച് സൗകര്യം കൂടി വേണം എന്നുള്ളതാണ്. ഈ KTDC ഇത്രയും പൊളിഞ്ഞിരിക്കുമ്പോൾ ഇവരാരും ലോട്ടറി വകുപ്പ് പോലും വാടക കൊടുക്കുന്നില്ല. 37 ലക്ഷത്തിൻ്റെ കുടിശ്ശികയുണ്ട്, KSFTCക്കുണ്ട്, ലോട്ടറി വകുപ്പിനുണ്ട്. KTDC നശിച്ചു പോയൊരു സാധനം, അത് നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരികയാണ്. പുതിയ MD ഒക്കെ നിയമിച്ചു, വളരെ ചെറുപ്പക്കാരനാണ്. അപ്പം നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ വാടക പലരും തരുന്നില്ല, പൈസ ഇല്ലാത്തവരല്ല തരാത്തത്. വാടകയൊക്കെ പിടിക്ക് വാങ്ങിക്കും. ഇനി വാങ്ങിച്ചാലേ നിൽക്കാനാകും, അതിന് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. KSRTC ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു, സന്തോഷമുള്ള കാര്യമാണ്. തുടർന്ന് പോകണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തുടരാനുള്ളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഇച്ചിരി ഒരു താമസം വരും അത്രയും. അടുത്ത മാസമൊക്കെ തുടരാം. പക്ഷേ 1-ാം തീയതിക്ക് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് മുഴുവൻ സാലറി ഒരുമിച്ച് കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണ്. അടുത്ത മാസം കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സാധനം വന്നാൽ അടുത്ത മാസം കഴിഞ്ഞ് അടുത്ത മാസത്തേക്ക് 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് നമുക്ക് സാലറി റിലീസ് ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്രധാന ഇത് പറയുന്ന ഒരു പ്രോജക്റ്റ് ഒന്നുമില്ല. ഞങ്ങളവിടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ നന്നായി പോകുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. നാളെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പഠിച്ച കുട്ടികൾക്കുള്ള ലൈസൻസ് നാളെ രാവിലെ 11 മണിക്ക് വിതരണം ചെയ്യാൻ പോവുകയാണ്, ഇഞ്ചേക്കൽ വെച്ചിട്ട്. ചവറുതട്ടയല്ല, ഈ PWD വകുപ്പിൻ്റെ റോഡ് വർക്കുമായി ചേർന്നിട്ട് കുറച്ച് മണ്ണുണ്ടായിരുന്നു. അത് അവിടെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇടാൻ സമ്മതിച്ചാണ്. കോർപ്പറേഷൻ്റെ മാലിന്യമല്ല തട്ടുന്നത്, ഈ PWD വകുപ്പിൻ്റെ ചില റോഡുകളൊക്കെ പൊളിച്ചതിൻ്റെ ഉണ്ട്. അപ്പം PWD മിനിസ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ നമ്മൾ അനുവദിച്ചതാണ്. പക്ഷെ അവിടെ കൂട്ടിയിട്ടിരിക്കുക. ഇന്നലെ മിനിസ്റ്റർ തന്നെ ഇടപെട്ട് അതിനെ ലെവൽ ചെയ്ത് നമുക്കത് അവിടെ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇഞ്ചക്കലാണ്. അവിടെ സെറ്റ് ഇടാനും സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാൻ, തറ വാടകയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. സിനിമയെ പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള കവിഞ്ഞ് വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന ആദ്യ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അതിനെന്തിനാണ് നമ്മൾ വെറുതെ ബുദ്ധിമുട്ടുന്നത്.